Good Good morning. morning. Okay. Good morning, Miss. Good morning, Miss. Okay, Good എല്ലാവർക്കും morning, good Miss. morning. Morning. Good morning, ma'am. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങാം നമുക്ക്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു കേട്ടോ. കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഏതായിരുന്നു? ഡയറ്ററി സർവീസസ് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഒരുപാട് പഠിക്കാനൊന്നുമില്ല ഇതിനകത്ത്. നമ്മള് എന്താണ് ഡയറ്ററി സർവീസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഭക്ഷണ സേവനങ്ങളാണ് അല്ലെ. ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് ഭക്ഷണ സേവനങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും അവരുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന രീതിയിൽ, അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഭക്ഷണ സേവനങ്ങളൊക്കെ നടത്തുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അത് ഏതിനകത്ത് വരുന്നതാണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ് അല്ലെ. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിരുന്നില്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക്, പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഡയറ്ററി സർവീസിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആളാരാണ്? ഡയറ്റീഷ്യൻ ആണ് അല്ലെ. നമ്മളിപ്പോ ഫാർമസി പറഞ്ഞപ്പോ ഫാർമസിസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നതുപോലെ ഡയറ്ററി സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഡയറ്റീഷ്യൻ. അവരെന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ അവർക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കാൻ മാത്രമല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ഒക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം പറഞ്ഞു. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം അല്ലെ, നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം നിലനിർത്താനും മറ്റു പല ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റി നിർത്താനും നല്ലൊരു ഡയറ്റ് പാലിക്കേണ്ടത് അല്ലെ, നല്ലൊരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് അല്ലെ. പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞു കാർഡിയാക് ഡയറ്റ് ഉണ്ട് അല്ലെ, റീനൽ ഡയറ്റ് ഉണ്ട്. റീനൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ, ഡയാലിസിസ് പഠിച്ചതാണ് നമ്മൾ, റീനൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? കിഡ്നിയാണ് കേട്ടോ. റീനൽ ഡയറ്റ്. അതുപോലെ ലോ സോഡിയം ഡയറ്റ് അല്ലെ, BP ഒക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ലോ സോഡിയം ഡയറ്റ് ആണ്. അതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് പൊതുവെ നമ്മൾ കൊടുക്കുക സോഫ്റ്റ് ഡയറ്റ് ആണ് കേട്ടോ. സോഫ്റ്റ് ഡയറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡയബറ്റിക് ഡയറ്റ് ഉണ്ട്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട്, ലിക്വിഡ് ഡയറ്റ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചത്. പല ടൈപ്പ് ഡയറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഓക്കെ. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ്, 1-2 ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറഞ്ഞു. ഈ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. ഫാർമസി പഠിച്ചപ്പോ നമ്മൾ ഏതാ പറഞ്ഞത്? ഗ്രൗണ്ടും സെക്കൻഡോ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനെ പറ്റിയും അതിന്റെ ഡിസൈനെ പറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കാം. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ that this department is preferably located. ചോദിക്കാം, ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഇവിടെയാണ് ഗ്രൗണ്ട് ഫ്ലോറിനാണ്. ഓക്കെ. ഇനി നോക്കാം. The design and the physical facilities of the department that have an importance on the standard of food service
labor cost and the morale of employees. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് അവിടെ പറയുന്നത്? The design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. അതായത് നമ്മൾ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ, അതിന്റെ ഒരു രൂപകൽപ്പന, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫിസിക്കൽ ഫെസിലിറ്റികൾ അല്ലെ, അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ, അത് എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്? ഒന്ന് വന്നിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് അവിടെ സെർവ് ചെയ്യാം അല്ലെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ്, അതും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അതില് അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റികൾക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ട് അല്ലെ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിലുള്ള ഒരു ഫുഡ് സർവീസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അവിടെ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും, കുറെ കൂടി സേഫ് ആയിരിക്കും, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ നല്ല രീതിയിലായിരിക്കും അവിടെ ഫുഡ് മറ്റു പ്രസന്റ് ചെയ്യുന്നതും അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ഫിസിക്കൽ ഫെസിലിറ്റീസിന്റെ എന്തിന് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസിന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലേബർ കോസ്റ്റ് അല്ലെ, തൊഴിൽ ചെലവുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, അത്യാവശ്യം നല്ല ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസൈനും എഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റികളും ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിന് ഒരു പരിധി വരെ എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും? ലേബർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ, തൊഴിൽ ചെലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ വർക്ക് ഫ്ലോ കുറേ കൂടെ സുഗമമായിട്ട് നമുക്ക് നടത്താൻ പറ്റും അല്ലെ. സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ആളുകളെ വെക്കേണ്ടതായിട്ട് വരില്ല അല്ലെ. സൗകര്യങ്ങളുണ്ട്, നല്ല നല്ല എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരെ കൊണ്ടെടുക്കുന്ന കുറെ പണികൾ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. കുറെയൊക്കെ നമുക്ക് ഇത്തരം എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുറെ കൂടെ നല്ല ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു പരിധി വരെ എന്ത് കുറയ്ക്കാൻ പറ്റും? തൊഴിൽ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും അല്ലെ. അതുപോലെ നമുക്ക് വേസ്റ്റുകളൊക്കെ പരമാവധി നമുക്ക് റെഡ്യൂസ് ചെയ്ത് അങ്ങനെയുള്ള ചെലവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അതേസമയം നമുക്ക് സൗകര്യങ്ങൾ ഫിസിക്കൽ ഫെസിലിറ്റി കുറയുമ്പോൾ നമുക്ക് പലതിനും കൂടുതൽ ആളുകളെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. ആളുകളെ ഏൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ലേബർ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ലേബർ കോസ്റ്റ് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് മൊറാലെ ഓഫ് എംപ്ലോയീസ്. മൊറാലെ എന്ന് പറഞ്ഞാൽ അർത്ഥം മനോവീര്യം എന്നാണ് കേട്ടോ. ഇവിടെ മനോവീര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അതും ഒരു ഫാക്ട് ആണ് അല്ലെ. മൊറാലെ ഓഫ് എംപ്ലോയീസ് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഡയറക്ടറി മാത്രമല്ല, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും കുറെ കൂടെ കോൺഫിഡന്റ് ആയിരിക്കും, ആത്മവിശ്വാസമുള്ളവരായിരിക്കും. കാരണം എന്താ? അവർക്ക് അവരുടെ മൊറാലെ അല്ലെ, അവരുടെ എനർജി കുറെ കൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു തൊഴിൽ സാഹചര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അല്ലെ. അത്യാവശ്യം നല്ല, നമുക്കായിരുന്നു ആലോചിക്കും, നമ്മളൊരു നല്ല സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല തൊഴിൽ സാഹചര്യങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറെ കൂടെ കംഫർട്ട് ആയിരിക്കും അല്ലെ. നമ്മൾക്ക് കുറെ കൂടെ എനർജി കിട്ടും, നമ്മൾ കുറെ കൂടെ നല്ല രീതിയിൽ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തവിടെ നമ്മൾ പ്രവർത്തിക്കും. അതേസമയം നമുക്ക് ഒട്ടും സുഖകരമല്ലാത്തൊരു തൊഴിൽ അന്തരീക്ഷത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടും സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിനനുസരിച്ച് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമ്മുടെ എനർജി കുറെ ലോസ് ആകുമ്പോൾ നമുക്ക് അത്ര വലിയൊരു സന്തോഷവും തൃപ്തിയൊന്നും ഉണ്ടായിരിക്കില്ല. എന്നതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഫിസിക്കൽ ഫെസിലിറ്റികൾ കൂടുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് കുറെ കൂടെ എന്തായിരിക്കും? അവർ കോൺഫിഡന്റ് ആയിരിക്കും, അവരുടെ മൊറാലെ കുറെ കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി ഡിസൈൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഒന്ന് സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് അല്ലെ, നമ്മളിപ്പോ ഡയറ്ററി വെച്ചിട്ട് പറയുന്നതുകൊണ്ട് ഫുഡ് സർവീസ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബൂസ്റ്റ് അപ്പ് ദ മൊറാലെ ഓഫ് എംപ്ലോയീസ് അല്ലെ. മൊറാലയുടെ അർത്ഥം മനോവീര്യം എന്നാണ്. എംപ്ലോയീസിന്റെ മനോവീര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ ഉയർത്താനായിട്ട്, ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. പിന്നെ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്തിനൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഒന്ന് നമ്മൾ പറഞ്ഞു പോയിന്റ് ഇതൊക്കെയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, രണ്ടാമത്തത് ലേബർ കോസ്റ്റ്, മൂന്നാമത്തെ എന്തായിരുന്നു? മൊറാലെ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്റ്റാഫിംഗ് ചാർട്ട് ആണ് കേട്ടോ. സ്റ്റാഫിംഗ് ചാർട്ട്, ഇതിന്റെ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ ഓർഡർ ഒക്കെ തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് തരാം, അപ്പൊ അത് കറക്റ്റ് ആക്കി നിങ്ങൾ
എഴുതണം കേട്ടോ. അപ്പൊ നോക്ക് സ്റ്റാഫിംഗ് എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് വരുന്നത്? ചീഫ് ഡയറ്റീഷ്യൻ വരുന്നത് കേട്ടോ. അതാണ് ചീഫ് ഡയറ്റീഷ്യൻ. ചീഫാണ് അദ്ദേഹം. ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിന്റെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ മെനു ഒക്കെ തയ്യാറാക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. ചീഫ് ആണല്ലോ, ചീഫ് ഡയറ്റീഷ്യൻ ആണ്. ഈ ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? ഡയറ്റീഷ്യന്മാര് വരുന്നത്. ഡയറ്റീഷ്യന്മാർ എന്താ ചെയ്യാന്ന് വെച്ചാല് അതാ എന്ത് ചെയ്യുമെന്ന് ചോദിക്കൂല, അറിഞ്ഞിരുന്നാൽ മതി. ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ അവര് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത് ഡയറ്റീഷ്യന്മാരാണ്. ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് മെയിൻ ആള് ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിൽ ആണ് മറ്റുള്ള ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കുക. ഡയറ്റീഷ്യന്റെ കീഴിലാണ് ആര് വരുന്നത്? സൂപ്പർവൈസേഴ്സ് വരുന്നത് കേട്ടോ. സൂപ്പർവൈസേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങളെല്ലാം തന്നെ പേഷ്യൻസിന് എത്തുന്നുണ്ടോ, കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ, ഒരു ഡയറ്റീഷ്യൻ ഡയറക്ട് ചെയ്ത രീതിയിലൊക്കെ ഫുഡ് സർവീസുകൾ അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി സൂപ്പർവൈസറിന്റെ കീഴിലായിട്ട് ആരൊക്കെ വരുന്നത്? കുക്ക് വരുന്നുണ്ട്, ബെയറേഴ്സും വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തി കുക്ക് വരുന്നുണ്ട്, ബെയറർമാരും വരുന്നുണ്ട്. കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്, ബെയറർക്ക് താഴെ ക്ലീനേഴ്സും വരുന്നുണ്ട്. ഏറ്റവും താഴത്തെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മളൊരു ഹൈറാർക്കിയിൽ കണ്ടത് കേട്ടോ. ഏറ്റവും ടോപ്പ് ടു ബോട്ടം വരെയുള്ള ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചറാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും ടോപ്പിൽ ആരാ വരിക? മെഡിക്കൽ സൂപ്രണ്ടന്റ് അല്ലെ. അദ്ദേഹത്തിന്റെ താഴെ ആരാ വരിക? ചീഫ് ഡയറ്റീഷ്യൻ. ചീഫ് ഡയറ്റീഷ്യന്റെ താഴെ ആരാ വരുന്നത്? ഡയറ്റീഷ്യന്മാര് വരും അല്ലെ. ഡയറ്റീഷ്യന്റെ താഴെ ആരാ വരുന്നത്? സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസറിന്റെ കീഴിലാണ് ആരൊക്കെ വരുന്നത്? കുക്ക് വരുന്നുണ്ട്, ബെയറർമാരും വരുന്നുണ്ട് അല്ലെ. കുക്ക് എന്ത് ചെയ്യുന്നു? ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് സെർവ് ചെയ്യുന്നത് ബെയറർമാരായിരിക്കും. അവർ ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാട്ടോ, കുക്കും ബെയറർമാരും. കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക് ഉണ്ടായിരിക്കും, ബെയറർക്ക് താഴെയായിട്ട് ക്ലീനേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലീനർമാരും ഉണ്ടായിരിക്കും, ക്ലീനേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഓർക്കാനുള്ളത് എളുപ്പമാണ്. ഇത്രയൊരു അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ സ്റ്റാഫിങ് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഈ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം, റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറ്റീഷ്യന്റെ റോൾ ആണ് കേട്ടോ. റോൾ ഓഫ് ഡയറ്റീഷ്യൻ. അപ്പൊ നമുക്കറിയാം, ഒരു കാര്യം നമുക്കറിയാം, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ്, അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ഡയറ്റ് കൗൺസിലിങ്ങും അതുപോലെ ന്യൂട്രീഷണൽ പ്ലാനുകളും മറ്റും തയ്യാറാക്കുന്നത് ആരാണ്? ഡയറ്റീഷ്യൻ ആണെന്ന് നമുക്കറിയാം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റോളുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് 4 പോയിന്റുകൾ? ഒന്നാമത്തത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഒന്നാമത്തെ എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. രണ്ടാമത്തത് ഡയറ്റ് കൗൺസിലിംഗ്. രണ്ടാമത്തെ പോയിന്റ് ഡയറ്റ് കൗൺസിലിംഗ്. മൂന്നാമത്തത് കമേഴ്സ്യൽ കാറ്ററിംഗ് ആണ്. ഇതാണ് കമേഴ്സ്യൽ കാറ്ററിംഗ്. നാലാമത്തത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇതൊക്കെയാണ് 4 പോയിന്റുകൾ വരുന്നത്. ഇത് ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഡയറ്റീഷ്യന്റെ 4 റോളുകളാണ് ഈ പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഉണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് ഉണ്ട്, കമേഴ്സ്യൽ കാറ്ററിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അങ്ങനെ 4 റോളുകളാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓരോന്ന് എന്താണ് നമുക്ക് ഓരോന്ന് വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള. നിങ്ങൾക്ക് തന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ നോക്കി, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്. അപ്പൊ എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അതാണ് എന്ത്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. എന്താണ് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചത്? കറക്റ്റ് ആണ് കേട്ടോ വിനീഷ. അഡ്മിറ്റഡ് പേഷ്യൻസിന് ഫുഡ് എത്തിക്കാത്തത് അതാണ് കേട്ടോ. അതല്ലേ വിനീഷ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിന്റെ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അതിൽ ആർക്ക് റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വായിക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഞാൻ ചെയ്ത് വെച്ചോണ്ട് അത് എന്താണെന്ന് ചോദിക്കും. എന്താണത്? ഇൻപേഷ്യന്റ്. അഡ്മിറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇൻപേഷ്യന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിനായിട്ടുള്ള ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കലോറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോ നമ്മൾ ഈ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിനായിട്ട് ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെ? അതെന്തായിരിക്കണം? അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാല് അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, ഒരു സമീകൃത ആഹാരമായിരിക്കണം. എന്ന് പറഞ്ഞാല് ദാറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യന്റ് കാലറീസ്, അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള കാലറികള് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്മിറ്റഡ് പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വെറുതെ അങ്ങനെ പ്രൊവൈഡ് ചെയ്താൽ മതിയോ? പോരാ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം? കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, അല്ലെ? അതായത് ഓരോ രോഗിയുടെയും അസുഖം എന്താണ്? എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉള്ള ആളുകളായിരിക്കും, അല്ലെ? അപ്പൊ അണ്ടർലൈങ് ഇൽനെസ്, അവരുടെ അസുഖം എന്താണ്, അല്ലെ? അസുഖത്തിന്റെ നേച്ചർ എന്താണ് അത് മനസ്സിലാക്കണം. പിന്നെ ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, അവർക്ക് ആ ഒരു രോഗാവസ്ഥയില് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സുകൾ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ പറയും, അല്ലെ? ഡോക്ടർ അവരോട് പറയും, ഡയറ്റീഷ്യന്മാരോട് പറയും, ഇന്ന സംഭവങ്ങൾ അവരിൽ ആവശ്യമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോഷകാഹാര ആവശ്യങ്ങളുണ്ടോ? അതോടൊപ്പം നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്, പൊതുവെയുള്ള അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ്? അതിന് വലിയൊരു ചേഞ്ച് വരാത്ത രീതിയിൽ വേണം നമുക്കത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ്? അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ ആവശ്യകതകൾ ഉണ്ടോ? അവരുടെ നിലവിലുള്ള അസുഖം എന്താണ്? ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് എന്നാൽ സഫീഷ്യന്റ് കാലറി നൽകുന്ന രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ആർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അഡ്മിറ്റഡ് പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എത്രയുള്ളൂ ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്? അപ്പൊ ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസിനായിട്ടുള്ള ഭക്ഷണ സേവനങ്ങളെയാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള കാലറികൾ കൊടുക്കുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ്. എന്തൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്? അവരുടെ അണ്ടർലൈങ് ഇൽനെസ്, അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ്, നോർമൽ ആയിട്ടുള്ള അവരുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഇൻ പേഷ്യൻസിനായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും ആ പോയിന്റ് മനസ്സിലായല്ലോ? അവരുടെ ഡയറ്റീഷ്യന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് വരും. അദ്ദേഹമാണ് അത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡയറ്റ് കൗൺസിലിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്, അല്ലെ? അതായത് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, എങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു എന്താ പറയാ നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ? ആ ട്രീറ്റ്മെന്റിൽ ഡയറ്റിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ നോക്കുക, ഡയറ്റ് കൗൺസിലിംഗ് ട്ടോ. It can be given as an outpatient diet clinics when the patients are okay, the outpatient diet clinics അങ്ങനെ പറയാം. It can be given as an outpatient diet clinic കേട്ടോ. അതായത് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ വഴിയായിട്ടും ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരും, ഡയറ്റീഷ്യന്മാർ വിസിറ്റ് ചെയ്യാൻ വരും. അതുകൂടാതെ നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ് ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകൾ വഴിയായിട്ടും ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ when the patients are referred by the clinicians, dietitians to calculate their dietary needs in view of the body weight. അല്ലെ? അതായത് ഒരു ക്ലിനിഷ്യൻ, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സ് ഇപ്പൊ പേഷ്യൻസിനെ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് റെഫർ ചെയ്യാന്നിരിക്കട്ടെ. അപ്പൊ ഡയറ്റീഷ്യൻസ് അവരുടെ ഡയറ്ററി നീഡ്സുകൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്, അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ ശരീരഭാരം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഡയറ്റീഷ്യൻസ് അവർക്കായിട്ടുള്ള ഫുഡ് പ്ലാൻ തയ്യാറാക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരുടെയും ശരീരഭാരം എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡയറ്റീഷ്യന്മാര് അവരുടെ ഡയറ്ററി നീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ അണ്ടർലൈങ് ഡിസീസ്, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വാരിയസ് ഫുഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അതോടൊപ്പം തന്നെ അവരുടെ ശരീരഭാരം കണക്കിലെടുക്കുന്നുണ്ട്,
പോരാത്തതിന് അവരുടെ ഡിസീസ് അല്ലെ, അവരുടെ അസുഖം എന്താണ്, അവരുടെ പൊതുവെയുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ്, പിന്നെന്താണ് അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വാരിയസ് ഫുഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ് അല്ലെ. അതോടൊപ്പം ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്താണ് അതും അവിടെ പരിഗണിക്കണം. അതൊരു ഫാക്ടറാണ്. ഇപ്പൊ ഇവരുടെ ഭക്ഷണക്രമത്തിൽ വലിയ വലിയ ഫുഡ് ഐറ്റംസുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മേടിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ. അവർക്ക് അഫോർഡബിൾ ആവണം അല്ലെ. ചില ഭക്ഷണക്രമങ്ങള് ഡയറ്റ് പ്ലാൻ ഒക്കെ തയ്യാറാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ നമുക്കത് ഫോളോ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ നമുക്ക് ചെലവാക്കേണ്ടതായിട്ട് വരും അല്ലെ. നല്ല നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ടും വരും. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ. എന്ന് വെച്ചാൽ ഓരോ പേഷ്യന്റിന്റെയും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. എല്ലാ ഫുഡ് ഐറ്റംസും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ചില അലർജിക് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഡയറ്റീഷ്യൻ എന്ത് ചെയ്യുന്നത്, അവർക്കായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് ടു ബി ഫോളോഡ് ബൈ ദം along with the certain foods either to be discarded or to be preferred. അങ്ങനെ പേഷ്യൻസിനായിട്ട് എങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ ആണ് ഡയറ്റീഷ്യന്മാർ കൊടുക്കുന്നത്? ചില ഭക്ഷണത്തോടൊപ്പം ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, ചിലതാണെങ്കിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, ഐറ്റംസ് ഉണ്ടായിരിക്കും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ആർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അറിയാലോ നിങ്ങൾക്കത്. നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മറ്റു ചിലത് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ചില ഫുഡ് ഐറ്റംസുകൾ ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഡയറ്റീഷ്യൻ ആർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഡയറ്റ് കൗൺസിലിംഗിന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് അത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ വഴി ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാം. പിന്നെ ഒരു ഡോക്ടർ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് ഒരു പേഷ്യന്റിനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ശരീരഭാരം നോക്കിയിട്ടാണ് അവരുടെ ഡയറ്ററി നീഡ്സുകളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ അസുഖത്തിന്റെ നേച്ചർ, അതുപോലെ അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏതൊക്കെ ഫുഡ് ഐറ്റംസുകൾക്ക് അവർക്ക് അവൈലബിൾ ആണ്, ആക്സസബിൾ ആണ്, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി വരുന്നത് കമേഴ്സ്യൽ കാറ്ററിംഗ് ആണ് കേട്ടോ. കമേഴ്സ്യൽ കാറ്ററിംഗ്. കമേഴ്സ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതായത് കാറ്ററിംഗ് സർവീസസ് പ്രൊവൈഡഡ് ജസ്റ്റ് ടു ഡു ഏൺ ദ പ്രോഫിറ്റ് ആണ് അല്ലെ. കമേഴ്സ്യൽ മൂവി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കമേഴ്സ്യൽ മൂവീസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണ് അവർ ലക്ഷ്യമിടുന്നത്. എന്നതുപോലെ തന്നെയാണ് കമേഴ്സ്യൽ കാറ്ററിംഗ് കേട്ടോ. ദാറ്റ് മീൻസ് the catering service provided just to earn the profit ആണ് കേട്ടോ. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെ. പ്രോഫിറ്റ് ഓൺലി ആണ്, ഇന്ത്യൻ പറഞ്ഞ കറക്റ്റ് ആണ്. പ്രോഫിറ്റ് മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള കാറ്ററിംഗ് സർവീസ് ആണ് എന്ന് പറഞ്ഞ അവിടെ ആരോഗ്യം അവിടെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പ്രത്യേകതകൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് ചോദിക്കാം കേട്ടോ. നോക്കാം, ഈ പോയിന്റുകൾ നോട്ട് ചെയ്താൽ മതി. സർവീസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് ക്യാൻറ്റീൻ. എന്താണ് സർവീസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് ക്യാൻറ്റീൻ? ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എങ്ങനെയാണ് അവിടെ? അവിടെ നമുക്ക് ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കാം അല്ലെ. അത്യാവശ്യം നമ്മുടെ കയ്യിൽ നമുക്ക് എന്താണ് ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ മേടിച്ച് കഴിക്കാം. അത് തന്നെയാണ് സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സർവീസ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര അല്ലെ. അവിടെ ഈ പറയുന്ന പോലെ മീൽസ്, അതുപോലെ തന്നെ ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് അല്ലെ, ശീതളപാനീയങ്ങൾ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ നമുക്ക് ഇത്തരം സർവീസിൽ നിന്ന് ലഭിക്കും അല്ലെ. അതെന്നൊക്കെ പറഞ്ഞ എല്ലാ ആരോഗ്യത്തിന് നല്ലതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ രീതിയിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസുകളും നമുക്ക് അവിടെ ലഭ്യമാണ്. ഇതാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്? ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ ദ പ്രൈവറ്റ് പാർട്ടീസ് കേട്ടോ. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ ദ പ്രൈവറ്റ് പാർട്ടീസ്. ഈ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതിനേക്കാളും കുറേയും കൂടെ ചെലവ് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇവിടെ ഭക്ഷണ സേവനങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും നമുക്ക് എന്താണ് കുറച്ചും കൂടെ ചെലവ് കുറഞ്ഞിട്ടാണ് നമുക്ക് ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് അവർ സെർവ് ചെയ്യുന്നത് അല്ലെ. പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുമ്പോൾ അതേ സംഭവത്തിന് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ക്യാൻറ്റീൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അവിടെ കുറവ് കിട്ടും
അതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ് കേട്ടോ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, അവർക്ക് ഈ പറയുന്ന ഫുഡ് സർവീസിന്റെ ക്വാളിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനകത്ത്, ആ ബൗണ്ടറിക്കകത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേഷന് സാധിക്കും. പിന്നെന്താന്ന് വെച്ചാൽ സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ് കേട്ടോ. ആർക്കൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾക്ക്, മറ്റുള്ള വിസിറ്റേഴ്സിന്, അറ്റൻഡൻസിനൊക്കെയുള്ള സേവനങ്ങൾ എവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതേസമയം പൊതുവെ ഇൻപേഷ്യൻസ് വീട്ടിലാവുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സർവീസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് ഈ പോയിന്റുകൾ ഓർക്കാൻ ബുദ്ധിമുട്ടുകൾ എളുപ്പമുള്ള പോയിന്റുകളല്ല. അപ്പൊ കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് ക്യാൻറ്റീൻ രൂപത്തിലുള്ള സേവനങ്ങളാണ്. അവിടെ ഈ പറയുന്ന മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഭക്ഷണ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ സ്വകാര്യ പാർട്ടികൾ നടക്കുന്നതിനേക്കാൾ കുറെ കൂടെ പൈസ കുറവിനാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇവിടെ സേവനങ്ങൾ കിട്ടുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന സ്റ്റാഫുകൾ, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ് അവർക്കൊക്കെ ഈ പറയുന്ന സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഹോസ്പിറ്റൽസ് ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് ഇൻ സർട്ടൈൻ ലൊക്കേഷൻസ് ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ചില ഹോസ്പിറ്റലിൽ മൊബൈൽ വെൻഡിങ് മെഷീൻ കണ്ടിട്ടില്ലേ, സെൽഫ് സർവീസിങ് ഡിവൈസ് ആണ്. മെഷീനിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഈ പറഞ്ഞ ചായ, കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് OPD ഏരിയാസ്, കാഷ്വാലിറ്റി ബ്ലോക്കിനോടൊക്കെ ചേർന്നിട്ട് മൊബൈൽ വെൻഡിങ് മെഷീൻസുകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അടുത്ത റോളാണ് കേട്ടോ, ഡയറ്റീഷ്യന് വരുന്ന ഒരു റോളാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അത് ഇതുപോലെ തന്നെയാണ്, ഡയറ്റ് കൗൺസിലിംഗ് പോലെ തന്നെയുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻസ്, cooks, etc. could be educated considering the types of foods, balanced diet, caloric value, etc. വേറൊന്നുമല്ല, അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നഴ്സസ്, അതുപോലെ മറ്റുള്ള റെസിഡൻസ്, ടെക്നീഷ്യന്മാര്, കുക്കുകള്, ഇവർക്കൊക്കെ വ്യത്യസ്ത ഫുഡുകളെ പറ്റിയിട്ട് ബാലൻസ്ഡ് ഡയറ്റിന്, ഡീലെന്നാണ് ഇവിടെ ഡീലല്ല കേട്ടോ, ഡയറ്റ് ആണ്. നിങ്ങളുടെ കറക്റ്റ് ആണോ? ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് കേട്ടോ, DIT ഡയറ്റ് ആണ്. കറക്റ്റ് അല്ലേ നിങ്ങളുടെ? ബാലൻസ്ഡ് ഡീൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, ഡയറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. പിന്നെ കലോറിക് വാല്യൂ കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ പറയുന്ന നഴ്സസ്, നഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ് അവർക്ക് വേണ്ട എന്താണ് നിർദ്ദേശങ്ങളും കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റാഫ്. അത് കൂടാതെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ഈ ഡയറ്ററിയെ പറ്റിയിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമുകൾ അല്ലെ, അതിനകത്ത് തന്നെ വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ, ഹോസ്പിറ്റലിനകത്ത് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആർക്ക് പങ്കുവരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ? 4 പോയിന്റുകൾ എളുപ്പമല്ലേ? ഇതൊക്കെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള റോളുകൾ കേട്ടോ. അപ്പൊ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. ഇതാണ് പറയുന്നത്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കില്ലേ, ഇപ്പൊ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഓവനുകള്, പിന്നെ എന്താ പറയുക ഡിഷ് വാഷേഴ്സ്, അങ്ങനെയൊക്കെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള മെയിന്റനൻസുകൾ ഓർഗനൈസ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് എക്യുപ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് മെയിന്റനൻസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ എക്യുപ്മെന്റുകൾ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല അല്ലെ,
അത് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് ഡയറ്ററി സർവീസിനെ ബാധിക്കും. അത് മാത്രമല്ല ക്വാളിറ്റി അല്ലെ, ഫുഡ് സർവീസിന്റെ ക്വാളിറ്റീനെ ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഓർഗനൈസ് ചെയ്തിരിക്കണം. ആര് ചെയ്യുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. ദാറ്റ് മീൻസ് ഫോർ ദ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗപ്പെടുത്തുന്ന എക്യുപ്മെന്റ്സുകളുടെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തത് സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ് കേട്ടോ. ഒരു സ്ഥിരമായിട്ടുള്ള വിലയിൽ, അതായത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റില് നല്ല ഭക്ഷണം ആർക്ക് കൊടുക്കുക? ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, സപ്ലൈ ചെയ്യാം കേട്ടോ. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള വില എന്ന് വെച്ചാൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റില് നല്ല ഭക്ഷണങ്ങൾ ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ദെൻ സ്റ്റോർ. ഇതാണ് പറയുന്നത് ബൈ ടു സ്പെസിഫിക്കേഷൻസ്. സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. സ്പെസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ ആളുകളുടെ റിക്വയർമെന്റ്സിന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവരുടെ റിക്വയർമെന്റ്സിന് അനുസൃതമായിക്കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, സപ്ലൈ ചെയ്യാം, മീൻസ് വാങ്ങാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നീഡ്സ് ആണ്. അത് തന്നെ ആ ഹോസ്പിറ്റലിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ അവിടുത്തെ വരുന്ന ആളുകളുടെ നീഡ്സിന് അനുസരിച്ച് കൊണ്ട്, അതാണ് ഇവിടെ സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് കൊണ്ട് സപ്ലൈസ് നമ്മൾ വാങ്ങുക. അതുപോലെ തന്നെ റിസീവ് സപ്ലൈസ്, സപ്ലൈസുകൾ സ്വീകരിക്കുക. സ്വീകരിച്ച സപ്ലൈസുകളാണെങ്കിൽ കൃത്യമായിട്ട് ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ദെൻ സ്റ്റോർ, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെന്താണ്? മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഫുഡ്. അറിയാലോ, മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് കേട്ടോ. ഫുഡ് പ്രിപ്പയർ ചെയ്യാം അല്ലെ, ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ദെൻ പോർഷൻ, അത് ഇൻഡിവിജ്വൽ സർവീസിന് വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങളാക്കുക അല്ലെ, പോർഷൻ ചെയ്യാൻ ഭാഗമാക്കുക. ദെൻ അസംബിൾ, ഈ പറയുന്ന പോർഷൻസ് ചെയ്ത ഫുഡുകളൊക്കെ അസംബിൾ ചെയ്ത് നല്ല രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ, ഭക്ഷണ വിതരണങ്ങൾ നടത്തുക. പിന്നെ അടുത്തത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അറിയാലോ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അതായത് ഈ പറയുന്ന രോഗികളുടെ പോഷകാഹാര ആവശ്യകതകൾ മാനിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള റെസിപ്പികൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഓരോരുത്തരുടെ പോഷകാഹാര ആവശ്യകത വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ ഓരോരുത്തരുടെ ന്യൂട്രീഷൻ നീഡ്സിനനുസരിച്ച് കൊണ്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കുക. പിന്നെന്താണ്? ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വാരിയസ് ഡിസീസസ്. അല്ലെ, ഇതാണ് ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വാരിയസ് ഡിസീസസ്. അതായത് ഓരോ അസുഖത്തിന്റെ ചികിത്സയിലും ഡയറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആർക്കും പ്രൊവൈഡ് ചെയ്യാം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്ക് ഓരോ അസുഖത്തിന്റെ ചികിത്സയിലും എന്തിനു പറഞ്ഞിട്ട് ഡയറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ, അതിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു അവയർനെസ് ആർക്ക് കൊടുക്കുക? ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? to follow the everyday diet pattern of patients to meet their needs throughout various diseased conditions. അതായത് അവരുടെ അസുഖത്തിന്റെ അവരുടെ ആ ഒരു രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില് എവരിഡേ ഡയറ്റ് പാറ്റേണുകൾ അവര് എന്താണ് എവരിഡേ ഡയറ്റ് പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക കേട്ടോ. മനസ്സിലായോ? ഇങ്ങനെ പോയിന്റുകൾക്ക് വേണ്ടി എഴുതി വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. ആ രീതിയിൽ ദൈനംദിന ഡയറ്റ് പാറ്റേണുകൾ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അല്ലാതെ ഡയറ്റ് മുടക്കുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അത് ചെയ്യരുത്. പ്രത്യേകിച്ച് അസുഖം വരുന്ന കണ്ടീഷനിൽ നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ ഡയറ്റ് ഒഴിവാക്കുകയല്ല വേണ്ടത്, ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ എവരുടെ ഡയറ്റ് പാറ്റേൺ ഒക്കെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക കേട്ടോ. പിന്നെന്താന്ന് വെച്ചാല് the everyday function of the dietary department is to prepare the meals and the snacks for the patients who are admitted to the hospital. അറിയാലോ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? അവരുടെ ഫംഗ്ഷൻ എന്താണ്? ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട മീൽസ് സ്നാക്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, സർവ് ചെയ്യാനുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എവരിഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
These meals are prepared by the strict guidelines of the physician's written orders. കേട്ടോ. ഓക്കെ, എന്താണ് ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നത് അവരുടെ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം അവർക്കായിട്ട് എന്ത് തയ്യാറാക്കേണ്ടത്, ഭക്ഷണങ്ങൾ തയ്യാറാക്കേണ്ടത്. തോന്നിയ രീതിയിലല്ല, അവരുടെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം അവർക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെന്താണ്, അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് ട്ടോ. അതായത് രോഗി ചികിത്സകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ മീൻസ് അവർക്ക് വേണ്ട ഡയറ്റിനെ സംബന്ധിക്കുന്ന എന്താ പറയാ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക. ദെൻ കൗൺസിലിംഗ്, ഇതൊക്കെ ഒരേ പോയിന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ രോഗി ചികിത്സയിൽ അറേഞ്ച് ചെയ്യുക, അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിങ്ങും ട്രെയിനിങ്ങും മറ്റും പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ ട്ടോ. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റീഷ്യന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രെയിനികൾ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഈ പറയുന്ന ഭക്ഷണക്രമത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ സ്റ്റാഫിങ് കണ്ടില്ലേ, സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഈ ഡയറ്റീഷ്യന്റെ സൂപ്പർവിഷനിൽ പ്രവർത്തിക്കുന്ന ഇന്റേൺസ്, ദാറ്റ് മീൻസ് ട്രെയിനികൾ അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഡയറ്ററ്റിക്സ് ഭക്ഷണക്രമത്തിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. എന്തൊക്കെ ഐറ്റംസുകൾ ഉൾപ്പെടുത്തണം, അതുപോലെ ഓരോ ഫുഡ് ഐറ്റംസ് എങ്ങനെ, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, എങ്ങനെയാണ് അത് ഏത് അളവിൽ കൊടുക്കണം, അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് give direction to nurses, medical and dental students about the principles of nutrition and diet therapy. ഈ ഡെന്റൽ സ്റ്റുഡന്റ് എന്നൊക്കെ എടുത്ത് എഴുതിയേക്കുന്നത് മാത്രമല്ല, മൊത്തത്തിൽ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന നമ്മുടെ പോഷകാഹാര തത്വങ്ങള്, ഡയറ്റ് തെറാപ്പി, അതിനെ പറ്റിയൊക്കെ നഴ്സസിനും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അവരും കൂടെ അതിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന പോഷകാഹാര തത്വങ്ങള് അല്ലെങ്കിൽ ഡയറ്റ് തെറാപ്പിയെ പറ്റിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സർവിംഗ് എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അതാണ് പറയുന്നത്, കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, പ്രിപ്പയറിംഗ് ആൻഡ് സർവിംഗ് എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അതായത് എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ് എന്നൊക്കെ വലിയ പേരൊക്കെ പറഞ്ഞ വേറൊന്നുമല്ല, നൂതന ഭക്ഷണക്രമങ്ങൾ കേട്ടോ, പുതുതായിട്ടുണ്ടാവുന്ന ഭക്ഷണക്രമങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ. അതായത് നമ്മള് പതിവ് രീതിയല്ല, നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ. പുതിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളല്ല, പക്ഷെ നമ്മള് പുതിയ റിസർച്ച് ഡയറ്റുകൾ അല്ലെ, ചില പുതിയ ഐറ്റംസുകൾ ഉൾപ്പെടുത്തുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ല. ആ രീതിയിലുള്ള നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. കാരണം മെഡിക്കൽ സ്റ്റാഫുകളുടെ കൂടെ നിർദ്ദേശങ്ങൾ അവിടെ നമ്മൾ നോക്കേണ്ടി വരും അല്ലെ. ഓക്കെ, അപ്പൊ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള നൂതന ഭക്ഷണക്രമങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുക, സർവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചാല് ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ് കേട്ടോ. എല്ലാ രോഗികളുടെയും ഒരു നല്ല നിലവാരമുള്ളൊരു എന്താ പറയാ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെ, ഒരു നല്ലൊരു എന്താ പറയാ പോഷകാഹാര നിലവാരം നിലനിർത്തണം. അതിനായിട്ട് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിങ് മീൽസ് കേട്ടോ. ഈ പറയുന്ന ഭക്ഷണത്തിന്റെ അല്ലെ ഫുഡിന്റെ മെനു തയ്യാറാക്കാനും പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യാനും മാനേജ് ചെയ്യുന്നതിനുമായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങള്, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അതിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പോയിന്റുകൾ മനസ്സിലായോ? ഈ പോയിന്റുകൾ പറയാനൊരു രസമില്ല അല്ലെ, ഭയങ്കര ബോറടിക്കണം. എന്ത് പോയിന്റുകളാണ് ഇതൊക്കെ? പറഞ്ഞു മടുത്തു. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ പോയിന്റുകൾ ഓക്കെ ആണോ? മനസ്സിലായോ? ബോറടിക്കുന്നില്ല ഈ പോയിന്റുകൾ കേട്ടിട്ട്? ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് പ്രോബ്ലം സിറ്റുവേഷൻസ് കേട്ടോ. എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പൊതുവെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് പ്രശ്നങ്ങള്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. എപ്പോഴും ഉണ്ടാവുമെന്നല്ല പറയുന്നത്,
ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് അവർ പറയുന്നത് കേട്ടോ. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ് കേട്ടോ. അതായത് ഈ ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം ഇത്തരം ഫുഡ് സേവനങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അതൊരു പ്രശ്നമാണല്ലോ. അതാണ് പറയുന്നത് ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്കം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്, അവർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കംപ്ലൈന്റ്സ് അഗേൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. അതായത് നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്ന പരാതികൾ അല്ലെ. എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പരാതികൾ. ഓക്കെ. പിന്നെ പറയുന്നത് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ മീൻസ് നിസ്സാരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കളവുകള്, മോഷണങ്ങള്. നമ്മൾ ഈ ഫുഡ് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുമ്പോൾ, ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുമ്പോൾ ചില കളവുകളും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പറയുന്നത് ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ in മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരെന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുക. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസും മറ്റും പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ബിഗ് ഫ്രോഡുകൾ, എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങൾ, ക്രമക്കേടുകളൊക്കെ സംഭവിക്കാം. കാര്യം അങ്ങനെയൊക്കെ വരാം. ഓക്കെ. പിന്നെ പറയുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് കേട്ടോ. ഈ മാലിന്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് പൊതുവെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ് ഈ പറഞ്ഞത്. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നല്ല പറയുന്നത്, ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള്, ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന പരാതികള്, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാരകളവുകള്, മോഷണങ്ങള്, അതുപോലെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രമക്കേടുകള്, പിന്നെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന പ്രോബ്ലം സിറ്റുവേഷൻസ്. ക്ലിയർ? ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാവുന്ന പോളിസികളും പ്രൊസീജിയറുകളും എന്തൊക്കെയാണ് കേട്ടോ. എന്തൊക്കെ പോളിസികളും പ്രൊസീജിയറുകളുമാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം, ലയബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡയറ്റീഷ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ എന്താണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റാണ് പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൻ ടു ദ ഓഫീസർ ഇൻ ചാർജ്. അതാണ് പറയുന്നത് പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ദാറ്റ് ഷുഡ് ബി ഗിവൻ ടു ദ ഓഫീസർ ഇൻ ചാർജ്. ഇപ്പൊ നമുക്ക് ഒരു എമർജൻസി പർച്ചേസ് ഒക്കെ ആവശ്യമായിട്ട് വരാമെന്ന് വിചാരിക്കാം. ഓക്കെ. ഇപ്പൊ കുറെ രോഗികളുടെ എണ്ണം കൂടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എമർജൻസി പർച്ചേസസ്, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികാരപ്പെട്ട വ്യക്തികളിലേക്ക് അത്തരം ചുമതലകൾ ഓഫീസർ ഇൻചാർജിലേക്ക് കൊടുക്കുക. അതായത് ഡയറ്റീഷ്യൻ അവിടെ ചെയ്യേണ്ട, പകരം എമർജൻസി പർച്ചേസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ചുമതലകളൊക്കെ ഓഫീസർ അധികാരപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുക. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 മെമ്പേഴ്സ് ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റംസ് റിസീവ്ഡ്. അതാണ് പറയുന്നത് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 മെമ്പേഴ്സ് ഷുഡ് ഇൻസ്പെക്ട് ദ ഫുഡ് ഐറ്റംസ് റിസീവ്ഡ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, അതൊരു 3 or 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഇൻസ്പെക്ട് ചെയ്തിരിക്കണം.
അല്ലെ, അതായത് പരിശോധിക്കണം, അത് അതിന്റെ ക്വാളിറ്റിയും മറ്റുമൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ റിസീവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകൾ ഒരു 3-4 അംഗങ്ങൾ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഇൻസ്പെക്ട് ചെയ്തിരിക്കണം, പരിശോധിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻഡ്. എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻഡ്, അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അതുപോലെ ക്ലീൻഡ് ആയിരിക്കണം കേട്ടോ, വളരെ വൃത്തിയായിരിക്കണം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ആക്ട് ഇൻക്ലൂഡ്സ് റോഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. ഇവിടെ വായിക്കാം, proper sanitation and cleanliness that includes road and control measures should be noticed. എന്താണ് റോഡ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്? എന്താണ് ഈ എലി നിയന്ത്രണ മാർഗങ്ങളിലെ, ഓക്കെ, എലി നിയന്ത്രണ മാർഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള റോഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഉൾപ്പെടെ എല്ലാവിധ ശുചിത്വ ക്രമങ്ങളും എവിടെ പാലിച്ചിരിക്കണം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് പാലിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതെ. അടുത്തത് സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി in the patient's kitchen throughout all working hours and the work schedule should be arranged properly. ഇതാണ് പറയുന്നത്, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ ത്രൂഔട്ട് ഓൾ ദ വർക്കിംഗ് അവേഴ്സ് കേട്ടോ. പേഷ്യന്റിന്റെ കിച്ചണില്, എന്നുവെച്ചാൽ പേഷ്യൻസിന് ഭക്ഷണം തയ്യാറാക്കുന്ന കിച്ചണില് ആ വർക്കിംഗ് അവേഴ്സ് മുഴുവൻ വർക്കിംഗ് സമയം ആരുണ്ടായിരിക്കണം? സൂപ്പർവൈസറി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിനകത്ത് സൂപ്പർവൈസറെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ കിച്ചണിൽ ആ ത്രൂ ഔട്ട് വർക്കിംഗ് അവേഴ്സ് ആരുണ്ടായിരിക്കണം? സൂപ്പർവൈസറി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. അത് മാത്രമല്ല ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. കൃത്യമായിട്ടുള്ള ജീവനക്കാരുടെ ആ ഒരു പ്രവൃത്തി സമയങ്ങൾ, വർക്ക് ഷെഡ്യൂൾ അവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? അറേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ദ ഡയറ്റീഷ്യൻ എവരി ഡേ. ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവരി ഡേ. എല്ലാ ദിവസവും വാർഡ് ആര് വിസിറ്റ് ചെയ്തിരിക്കണം? ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ദ ഡയറ്റീഷ്യൻ എവരി ഡേ. എല്ലാ ദിവസവും വാർഡില് ആര് വിസിറ്റ് ചെയ്തിരിക്കണം? ഡയറ്റീഷ്യൻസ് വിസിറ്റ് ചെയ്തിരിക്കണം. അവരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറ്റീഷ്യൻ എവരി ഡേ അവരെ വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് സർവീസ് ടൈമിങ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. അതാണ് സർവീസ് ടൈമിങ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. അതായത് നമ്മൾ ഈ പറയുന്ന ഫുഡ് സർവ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്കറിയാം അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ടൈം, ലഞ്ചിന്റെ ടൈം, അതുപോലെ ഡിന്നർ ടൈം, ഇതൊക്കെ ഒരു കറക്റ്റ് ടൈമിലാണ് അത് സർവ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡിന്റെ സർവീസ് ടൈമിങ്സും കൃത്യമായിട്ട് അവിടെ നിശ്ചയിച്ചിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. അതും കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കണം. അടുത്തത് എന്താണ്? നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ് കേട്ടോ. അതായത് വാർഡുകളിലുള്ള ഭക്ഷണ വിതരണം നഴ്സസ് കൃത്യമായിട്ട് വിലയിരുത്തണം, അത് ചെക്ക് ചെയ്തിരിക്കണം, സൂപ്പർവൈസ് ചെയ്തിരിക്കണം. അത് അവരുടെയും കൂടി ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് കേട്ടോ. വാർഡുകളിലുള്ള ഭക്ഷണ വിതരണം അല്ല, വാർഡിന്റെ ഇൻചാർജുള്ള നഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ വാർഡുകളിലെ ഭക്ഷണ വിതരണം നഴ്സസ് കൃത്യമായിട്ട് വിലയിരുത്തുകയും സൂപ്പർവൈസ് മേൽനോട്ടം വഹിക്കുകയും വേണം. ഓക്കെ, ഇത്രയൊക്കെയാണ് പോളിസികൾ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയർ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയില് ഏറ്റവും ലയബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഡയറ്റീഷ്യൻ ആണ്. അതുപോലെ എമർജൻസി പർച്ചേസസ് വരുന്ന കേസുകളില് അത്തരം ചുമതലകൾ ഓഫീസ് ഇൻചാർജിനെ ഏൽപ്പിക്കാം. പിന്നെ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസുകളും ഒരു 3-4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം. അതുപോലെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അവിടെ ശുചിത്വ ക്രമങ്ങൾ പാലിച്ചിരിക്കണം, ഇൻക്ലൂഡിംഗ് റോഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഉൾപ്പെടെയുള്ള ശുചിത്വ ക്രമങ്ങള്. റോഡ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി നിയന്ത്രണമാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് എലികൾ വരാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ അത്തരത്തിൽ എലി നിയന്ത്രണ പ്രിവെന്റീവ് മെഷേഴ്സ് ഉൾപ്പെടെയുള്ള ശുചിത്വ ക്രമങ്ങള് ഇവിടെ പാലിച്ചിരിക്കണം, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് പാലിച്ചിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു എപ്പോഴും പേഷ്യന്റിന്റെ ഒരു കിച്ചണിനകത്ത് ത്രൂ ഔട്ട് വർക്കിംഗ് അവേഴ്സ് ആരുണ്ടായിരിക്കണം? സൂപ്പർവൈസറി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അവർ കൃത്യമായിട്ട് സ്റ്റാഫുകളുടെ വർക്ക് മറ്റും ഷെഡ്യൂൾ ചെയ്തിരിക്കണം. പിന്നെ ഡയറ്റീഷ്യൻ ആണെങ്കിൽ എവരിഡേ എല്ലാ ദിവസവും വാർഡിൽ വിസിറ്റ് നടത്തിയിരിക്കണം. പിന്നെ സർവീസ് ടൈമിങ്സ്, ദാറ്റ് മീൻസ് ഫുഡ് സർവ് ചെയ്യുന്ന ആ ടൈമും കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കണം. പിന്നെ വാർഡുകളിലുള്ള ഭക്ഷണ വിതരണം ആ വാർഡിന്റെ ചാർജുള്ള നഴ്സസ് കൃത്യമായിട്ട് വിലയിരുത്തണം, സൂപ്പർവൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.
എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ, കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിൽ പഠിക്കാന്ന് പറയാൻ എന്താണ് ഡയറ്ററി സർവീസ് നിങ്ങൾക്ക് അറിയാത്ത ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ ഡയറ്റീഷ്യൻ ആരാണ്, പിന്നെ പലതരത്തിലുള്ള ഡയറ്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, അപ്പൊ ഒരു BP പേഷ്യൻസ്, ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്? അപ്പൊ ലോ സോഡിയം ഡയറ്റ് ആണ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്? അത് സോഫ്റ്റ് ഡയറ്റ് ആണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ആ സ്റ്റാഫിംഗ് പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ ഒരു ഓർഡർ ചിലപ്പോൾ തെറ്റി തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ പറയാം. പിന്നെ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ കമേഴ്സ്യൽ കാറ്ററിംഗ് എന്താണ്, അതിന്റെ പ്രത്യേകത, അതൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെയുള്ളത് ഫങ്ഷൻസ്, അതുപോലെ തന്നെ പ്രോബ്ലം സിറ്റുവേഷൻസ്, പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അതിന് ചോദ്യം വന്നത് ഇങ്ങനെയാണ്: ഡാഷ് ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് അത് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഡയറ്റീഷ്യൻ ആണ്. അങ്ങനൊരു ക്വസ്റ്റ്യൻ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഡയറ്ററി എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി മിക്കവാറും ഷെയർ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ മൊഡ്യൂൾ 2-നകത്ത് പറഞ്ഞിട്ടുള്ള എന്റെ ചാപ്റ്റേഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 2 എനിക്ക് അസൈൻ ചെയ്തു തന്ന ചാപ്റ്റേഴ്സുകൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാണ്, മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിലൊരു പേനയും പിടിച്ചിരിക്കണം കേട്ടോ. കാര്യം നമുക്ക് അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഫുൾ പഠിക്കല് നമുക്ക് പറ്റില്ല. അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അപ്പൊ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ഒരു പേനയും വെച്ച് വേണം ഇരിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറയും. പിന്നെ പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് ഇന്നത്തെ അവസാനിപ്പിക്കാം. അതിന് മുമ്പ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാണ്, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ ചാപ്റ്ററിൽ വലിയ കുഴപ്പമില്ല, പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. തേർഡും ഫോർത്തിലോട്ട് കിടക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാൻ പറ്റും. എങ്കിലും ഈ പറയുന്ന ചാപ്റ്ററുകൾ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്, കുറെ കൂടി ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററുകളായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത് തേർഡ് ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്ററുകളായിരിക്കും കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു വിധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയൊരു അറിവ് നമുക്കുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ബ്ലഡ് ബാങ്ക് പഠിക്കണേ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം ഒക്കെ ഞങ്ങൾ എന്തിനാ പഠിക്കണേന്ന് തോന്നൽ വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ടൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ലേബർ റൂമിൽ പോവുക അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിൽ കൂടിയും എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ചാപ്റ്ററുകളാണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിനകത്ത് വരുന്നത്. തേർഡും ഫോർത്തിനാകുമ്പോൾ കുറെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കുറെ ചാപ്റ്ററുകളാണ് അതിനകത്ത് വരുന്നത്. കുറച്ച് ഡ്രൈ ആയിരിക്കും കേട്ടോ, അത് മുൻകൂട്ടി പറയാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ശരി, നിങ്ങൾ ഇപ്പൊ ഊണൊക്കെ കഴിച്ചോ? ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്. താങ്ക് യു.